പരിശുദ്ധമായ പരിപാവനമായ ദുൽഖഅദ മാസം. ഈ ദുൽഖഅദ മാസം പകുതി നമ്മളോട് വിട പറഞ്ഞു. ഇനി ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ദുൽഖഅദ മാസത്തിൽ നമ്മൾ ചെയ്തിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, വളരെ പ്രാധാന്യത്തോടെ കണ്ടിരിക്കേണ്ട ചില കാര്യങ്ങൾ. അതൊക്കെ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കുന്നു. അതോടൊപ്പം തന്നെ 7 സമയത്ത് ഒരു മനുഷ്യൻ ചിരിക്കാൻ പാടില്ല. ചിരിക്കണം അല്ലേ? അങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിക്കുക. എല്ലാവരോടും പുഞ്ചിരിക്കണം. പക്ഷേ 7 സമയത്തുള്ള ചിരി അത് അബദ്ധമാണ്, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ചിരിയാണ്. അതുപോലെ 7 സമയത്തുള്ള സംസാരം അത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണേണ്ടതാണ്. എല്ലാവരോടും നമ്മൾ സംസാരിക്കുന്നു അല്ലേ? ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നു, നമ്മളൊക്കെ സംസാരിക്കുന്നു, സംസാരശേഷിയുള്ളവരാണ് നമ്മൾ. പക്ഷേ 7 സമയത്തുള്ള സംസാരം വളരെ ഗൗരവമായി കാണണം. അപ്പോൾ ഏതൊക്കെയാണ് ആ 7 സമയങ്ങൾ, സന്ദർഭങ്ങൾ വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. ഒരു മനുഷ്യൻ അവൻ്റെ അക്കൗണ്ടിൽ, അവൻ്റെ മീസാൻ എന്ന തുലാസിൽ അവൻ്റെ നന്മയും തിന്മയൊക്കെ തൂക്കുന്ന സമയത്ത് നന്മയുടെ തട്ട് ഭാരം കൊണ്ട് തൂങ്ങണോ? അതായത് 10 ലക്ഷത്തോളം നന്മകൾ അല്ലാഹു തആല അവനിക്ക് കൊടുക്കും. എപ്പോൾ, എങ്ങനെ, വിശദമായി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം. 10 ലക്ഷത്തോളം നന്മകൾ, 10 ലക്ഷം നന്മകൾ വളരെ സിമ്പിളായി നേടിയെടുക്കാനുള്ള ചെറിയൊരു വാക്ക് നമ്മൾ പറഞ്ഞാൽ, എപ്പോൾ പറയണമെന്ന് നമുക്ക് ക്ലാസ്സിൽ കേൾക്കാം. ചെറിയൊരു വാക്ക് പറഞ്ഞാൽ അവനിക്ക് അല്ലാഹു തആല 10 ലക്ഷം നന്മകൾ, ഗുണങ്ങൾ കൊടുക്കുമെന്നാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വിശദമായി നമ്മുടെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. അല്ലാഹു തആല കേൾക്കുന്നതും പറയുന്നതുമായ കാര്യം ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള തൗഫീഖ് തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഖഫ വസലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫ അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും അല്ലാഹു തആല ഖൈറും ബറക്കത്തും റാഹത്തും എല്ലാവിധത്തിലുള്ള നിഅമത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളോട് നിരവധി ആളുകൾ ഉസ്താദ് പ്രത്യേകം ദുആരക്കണമെന്ന് വസിയത്ത് പറഞ്ഞിട്ടുണ്ട് കമൻറ്റിലൂടെ, അതല്ലാതെ നേരിട്ടുമൊക്കെ പറഞ്ഞവരാണ്. അല്ലാഹു തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ വീഡിയോകൾ കാണുന്ന, വീഡിയോകൾക്ക് താഴെ കമൻ്റ് എഴുതുന്ന, ദുആ വസിയത്ത് പറയുന്ന എല്ലാവരുടെയും മനസ്സിൻ്റെ എല്ലാ വിഷമങ്ങളും അല്ലാഹു തആല മാറ്റിക്കൊടുക്കുമാറാവട്ടെ. എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹു തആല നമുക്ക് ജീവിതത്തിൽ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ പരിപാവനമായ ദുൽഖഅദ മാസം, ആ ദുൽഖഅദ മാസത്തിൻ്റെ പുണ്യമായ ദിനങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഏതാനും ദിവസങ്ങൾ കൂടിയൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ഹാജിമാരെല്ലാവരും പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി എല്ലാ ഹാജിമാരും വിശുദ്ധമായ ഹറമിലേക്ക് എത്തുകയാണ്. നമ്മുടെ നാടുകളിൽ നിന്നും പോകുന്ന ഹാജിമാർ അല്ലാഹു തആല അവരുടെയൊക്കെ ഹജ്ജും ഉംറയും സിയാറത്തും മഖ്ബൂലും മബ്റൂറുമായി സ്വീകരിക്കുമാറാവട്ടെ. പുണ്യമായ സ്ഥലങ്ങളിലൊക്കെ ചെന്ന് ദുആരക്കുമ്പോൾ നമ്മെയും ഓർക്കാനുള്ള ഓർമ്മശക്തി അല്ലാഹു തആല അവർക്ക് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, മൻ ലഹിക ഔ തകല്ലമ ബികലാമി ദുനിയാ ഫീ സബ്അതി മകാൻ. 7 സമയങ്ങളിൽ ഒരു മനുഷ്യൻ ചിരിക്കുകയോ സംസാരിക്കുകയോ ചെയ്താൽ അത് അവൻ്റെ ഈമാനിനെ ബാധിക്കുന്നതാണ്. മാത്രമല്ല ഖിയാമത്ത് നാളിൽ മഹ്ശറയിലേക്ക് അവർ വരുമ്പോൾ, ഈ വിഭാഗം വരുമ്പോൾ അവരുടെ രൂപം തന്നെ മാറി മറ്റ് മൃഗങ്ങളുടെ കോലത്തിലായിരിക്കും വരിക എന്ന് പോലും ഹദീസിൽ കാണാൻ പറ്റും. അല്ലാഹു തആല ഈ 7 വിഭാഗത്തെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ 7 സമയങ്ങളിൽ ചിരിക്കാൻ പാടില്ല, 7 സമയങ്ങളിൽ സംസാരിക്കാൻ പാടില്ല. അല്ലാഹു തആല നമുക്ക് ഈ നാവ് തന്നിട്ടുള്ളത് എന്തിനാ? നമുക്ക് വേണ്ട രൂപത്തിൽ സംസാരിക്കാനാണ് അല്ലേ? വേണ്ട രൂപത്തിൽ സംസാരിക്കാനാണ്. മനുഷ്യനെ പോലെ ഇങ്ങനെ സംസാരിക്കുന്ന, മനുഷ്യനെ പോലെ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന വേറെ ജീവികളെ നമുക്ക് കാണാൻ പറ്റില്ല. മനുഷ്യനാണ് നല്ല രൂപത്തിൽ സംസാരിക്കുന്നത്. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ് അല്ലേ? അതുപോലെ നിങ്ങൾ പരസ്പരം സംസാരിക്കുകയാണ്. സംസാരിക്കുക എന്നുള്ളത് അല്ലാഹു തആല നമുക്ക് തന്നിട്ടുള്ള സംസാരശേഷി, അത് അല്ലാഹു നമുക്ക് തന്നിട്ടുള്ള ഒരു നിഅമത്താണ്. പക്ഷെ ആ നിഅമത്താകുന്ന സംസാരം എപ്പോഴും സംസാരിക്കാനുള്ളതല്ല. ചില സമയത്ത് നമ്മൾ മിണ്ടാതിരിക്കണമെന്നാണ്, ചില സമയത്ത് മിണ്ടാതിരിക്കണം. അതുപോലെ തന്നെ ചിരിക്കുക എന്നുള്ളത് അത് അല്ലാഹു തആല തന്നിട്ടുള്ള ഒരു നിഅമത്താണ്. ചിരിക്കുന്നവരെയാണ് ആളുകൾക്ക് ഇഷ്ടം അല്ലേ? ചില ആളുകളുണ്ട് ഭയങ്കര ഗൗരവമായിരിക്കും, എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ എന്ത് ഇങ്ങോട്ട് പറഞ്ഞാലും അങ്ങോട്ട് പറഞ്ഞാലും ചിരിക്കുന്നൊരു പ്രശ്നമില്ല, എപ്പോഴും ഗൗരവം. അങ്ങനെയുള്ള ആളുകൾ ആരും ഇങ്ങനെ ഇഷ്ടപ്പെടാറില്ല. വേറെ ചില ആളുകളുണ്ട് എപ്പോഴും ചിരിയാൻ, ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും ചിരിച്ചുകൊണ്ടിരിക്കും. അതിന് നമ്മൾ വേറെ വാക്കുകളാണ് പറയുക, അവനിക്ക് വട്ടാണ് എന്നൊക്കെയാണ് പറയാറ് അല്ലേ? അപ്പം അങ്ങനെയല്ല, ഓവർ ചിരിയല്ല, എന്നാൽ എപ്പോഴും ഗൗരവമല്ല, ഒരു സാധാരണ മട്ട് വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, അത്തബസ്സുമു
തബസ്സും എന്ന് പറഞ്ഞാൽ, ചിരി എന്ന് പറഞ്ഞാൽ, പുഞ്ചിരി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ദാനമാണ്, ഒരു സ്വതക്കയാണ്. അപ്പം അതുകൊണ്ട് മറ്റുള്ളവരെ കാണുമ്പോൾ ചിരിക്കുന്ന ഒരാളായി നമ്മൾ മാറുക. എപ്പോഴും ഓവർ ചിരിയല്ല, പൊട്ടിച്ചിരിയല്ല. പൊട്ടിച്ചിരി ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്നൊക്കെ പറഞ്ഞ് ചിരിയുണ്ടല്ലോ. ചില സമയത്ത് നമ്മളിങ്ങനെ എല്ലാ കുടുംബക്കാരും നമ്മുടെ കൂട്ടുകാരൊക്കെ ഇരിക്കുമ്പോൾ അങ്ങനെ ഒരു ചിരിയൊക്കെ നമ്മൾ പാസ്സാക്കും. പക്ഷെ എപ്പോഴും എന്ന് പറഞ്ഞുള്ളൊരു ചിരി, അണപ്പല്ല് കാണിച്ച് വായൊക്കെ തുറന്നിട്ടുള്ളൊരു ചിരി, അത് നല്ലതല്ലെന്നാണ്. വല്ലപ്പോഴും ചിരിക്കുന്നതല്ല, എപ്പോഴും അത് സ്ഥിരമായി അങ്ങനെ ഒരു ചിരി ഒരാൾക്കുണ്ടെങ്കിൽ അത് നല്ലതല്ല. ഹൃദയത്തിന് കാഠിന്യമുണ്ടാകുമെന്നാണ്. അതായത് ഒരു കരുണ അയാളുടെ മനസ്സിലുണ്ടാവില്ല, എപ്പോഴും ഹാർട്ടായിരിക്കുമെന്നാണ്. അതുണ്ടാവാൻ പാടില്ല. അപ്പോൾ ചിരിക്കുക എന്നുള്ളത് അത് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളൊരു നിഅമത്താണ്. ഈ IAS ഡോക്ടർ ഹരി എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഒരു ക്ലാസ് എടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ ഈ IAS ഉദ്യോഗാർത്ഥികളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഒരാളിങ്ങനെ വരുമ്പോൾ, ഇൻ്റർവ്യൂ റൂമിലേക്ക് വരുമ്പോൾ ഒരാൾ വരുമ്പോൾ അയാളുടെ മുഖഭാവം ശ്രദ്ധിക്കും. അയാളൊരു പുഞ്ചിരിച്ചുകൊണ്ടാണ്, ഒരു സ്മൈലി ആയിട്ടാണ് വരുന്നതെങ്കിൽ, അതായത് ഒരു കോൺഫിഡൻ്റ് ഉണ്ടെങ്കിൽ അയാൾക്കൊരു 50% മാർക്ക് ഞങ്ങൾ അപ്പം തന്നെ കൊടുക്കുന്നതാണ്. ചില ആളുകളുണ്ട് പേടിച്ച് വിറച്ച്, ചില ഭയങ്കര ഗൗരവത്തിൽ, അങ്ങനെയുള്ള ആളുകൾക്ക് ആ മാർക്ക് കൊടുക്കൂല. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ഒരു പുഞ്ചിരി കീപ്പ് ചെയ്യുക. എപ്പോഴും ഗൗരവം, എപ്പോഴും ദേഷ്യം അങ്ങനെ ആവണ്ട. പ്രത്യേകിച്ച് വീട്ടിൽ മക്കൾ, നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, അവരോടൊക്കെ ഒരു പുഞ്ചിരിക്കുന്നൊരു സ്വഭാവം ഉണ്ടാവണം. പുഞ്ചിരിയൊക്കെ നല്ലതാണ്, പക്ഷേ 7 സമയത്തുള്ള ചിരിയും 7 സമയത്തുള്ള സംസാരവും അത് പാടില്ല. അത് അല്ലാഹുവിനും ഇഷ്ടമല്ല. നമുക്ക് ഇൻഷാ അല്ലാഹ് അങ്ങനെ അതിലേക്ക് കടക്കാം. ഏതാണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം. ഒന്നാമത്തേത് പള്ളികളാണ്. അള്ളാഹുവിൻ്റെ ഭവനം, ഫിൽ മസ്ജിദി, പള്ളിയിൽ ഇപ്പോൾ നമ്മൾ പള്ളിയിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ ഇത് അസ്സലാമു അലൈക്കും പറയും, അല്ലേ, സലാം പറയും, ഒരു ചെറിയ ചിരി പാസ്സാക്കും, അല്ലേ, ഇങ്ങനെ ചിരിക്കും. ആ ചിരിയല്ല പറയുന്നത്. പള്ളിയിൽ വെച്ചിപ്പോൾ ട്രോളുകളുടെ കാലമാണ്. പള്ളിയിൽ ഇപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ, പള്ളിയിൽ ചുമ്മാ ഇരിക്കുക, അല്ലെങ്കിൽ പള്ളിയിൽ നേരത്തെ വന്നു, ഒന്നും ചെയ്യാനില്ല എന്ന് വിചാരിച്ച് മൊബൈൽ ഫോൺ എടുക്കുന്നു, ഫോൺ എടുക്കുന്നു, റീൽസ് കാണുന്നു, അല്ലേ, ഫേസ്ബുക്കിലും വാട്സപ്പിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും ഒക്കെയുള്ള റീൽസുകൾ കണ്ട്, സ്റ്റാറ്റസുകളൊക്കെ കണ്ടിട്ട് ഭയങ്കര പൊട്ടിച്ചിരി പള്ളിയിൽ വെച്ച്. അത് പാടില്ല, അത് അല്ലാഹുവിന് ഇഷ്ടമല്ല. പള്ളിയിൽ വെച്ച് ചിരിക്കാം, എങ്ങനെ, ഒരു പുഞ്ചിരിയാണ്, അതല്ലാതെ എന്നൊക്കെ പറഞ്ഞുള്ള ഒരു പൊട്ടിച്ചിരി അത് പാടില്ല, പ്രത്യേകിച്ച് പള്ളിയിൽ. അതുപോലെ തന്നെ ഉമ്മമാർ നിസ്കാരപ്പായിൽ ഇരുന്നിട്ട് വെറുതെ അനാവശ്യമായ ഒരു കാര്യം സംസാരിക്കാതിരിക്കലാണ് നല്ലത്. മുസല്ല എന്ന് പറഞ്ഞാൽ ആ നിസ്കാരത്തിനുള്ളതാണ്. അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറയുന്ന ഒരവസ്ഥ നിങ്ങൾക്കില്ല, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. രണ്ടാമത്തേത് ഖുർആൻ ഓതുന്ന സമയം പള്ളിയിൽ വെച്ച് ചിരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. പള്ളിയിൽ വെച്ച് തന്നെ ദുന്യവിയായ കാര്യങ്ങൾ സംസാരിക്കുക, കച്ചവടം അങ്ങനെയാണ് ഇങ്ങനെയാണ്, പിന്നെ അങ്ങനെ മകളുടെ കല്യാണം കഴിഞ്ഞു, അങ്ങനെയുള്ള സംസാരമൊന്നും പള്ളിയിൽ പാടില്ല. അങ്ങനെ സംസാരിക്കണം, പള്ളിയുടെ വെളിയിലേക്ക് വരണം. അതൊന്നാമത്തേത്. രണ്ടാമത്തേത് പറഞ്ഞത് വിശുദ്ധമായ ഖുർആൻ ഓതുന്ന സമയത്ത് ചില ആളുകളുണ്ട്, ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക, യാസീൻ വൽ ഖുർആനിൽ ഹകീം, എടി ആ എതിർത്ത് വെച്ചേക്കിട്ടാ, ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തി മുസ്തഖീം, എവിടെ ഇരിക്കുന്നത് കണ്ട, തൻസീൽ അസീസ് റഹീം കിട്ടിയ സാധനം കിട്ടി. എങ്ങനെ ചില ഉമ്മമാരൊക്കെ ഓതുന്ന സമയത്ത് യാസീനൊക്കെ ഓതുമ്പോൾ യാസീൻ ഓതുന്നു, അതിൻ്റെ ഇടയിൽ അവരുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എങ്ങനെ, മക്കളോട് ആ കാര്യം അത് ചെയ്യ്, ഇത് ചെയ്യ്, ഇതെടുക്കുക, അവിടെയാണ് ഇരിക്കുന്നത്, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരിക്കലും ഖുർആൻ ഓതുന്ന സമയത്ത് സംസാരിക്കരുത്. എന്തെങ്കിലും സംസാരിക്കേണ്ടി വന്നാൽ ഖുർആൻ മടക്കി വെച്ചിട്ട് സംസാരിക്കുക, എന്നിട്ട് ഖുർആൻ എടുത്തിട്ട് പിന്നെ ഖുർആൻ തുറന്നു ഓതുക. ഖുർആൻ ഓതിക്കൊണ്ടുള്ള സംസാരം അത് പാടില്ല. അതുപോലെ തന്നെ ഖുർആൻ ഓതിൻ്റെ ഇടയിൽ പൊട്ടിച്ചിരിക്കുക. ഖുർആൻ ചിലപ്പോൾ അത് ഓതുന്നത് ഖിയാമത്ത് നാളിൻ്റെ ഭയാനകതയും ചിലപ്പോൾ നരകത്തിൻ്റെ അവസ്ഥയൊക്കെ ഓതുന്ന സമയത്തായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ഓർത്ത് ഇങ്ങനെ ചിരിക്കുന്ന, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അത് അള്ളാഹുവിൻ്റെ കലാമാണ്. മൂന്നാമത്തേത് നിസ്കാരത്തിൽ നമ്മൾ ചിരിക്കാൻ പാടില്ല. വലിയ ആളുകൾ അങ്ങനെ ചിരിക്കില്ലായിരിക്കും, പക്ഷേ ഈ ചെറിയ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു കൗമാരപ്രായക്കാരായ ആളുകൾ, അവരൊക്കെ ഒന്നിച്ച് നിസ്കരിക്കാൻ ചുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തോണ്ടിയിട്ട് ഒരു കളിച്ചിരി തമാശ നിസ്കാരത്തിൽ അത് പാടില്ല. പിന്നെ നിസ്കാരത്തിലല്ലാതെ നമ്മൾ സംസാരിക്കുന്നില്ലല്ലോ. നിസ്കാരത്തിൽ സംസാരിച്ചാൽ മലയാളത്തിലൊക്കെ ഒരു വാക്ക്, 1-2 വാക്കുകളൊക്കെ വന്നാൽ നിസ്കാരം പാടില്ല. അപ്പം അതുകൊണ്ട് നിസ്കാരത്തിൽ സംസാരവും പാടില്ല, ചിരിയും പാടില്ല. നാലാമത്തേത് മക്ബറകളാണ്,
അല്ലേ, നമ്മുടെ ഖബർസ്ഥാനുകളിലേക്ക്, നമ്മുടെ വാപ്പ ഉമ്മ അവരുടെയൊക്കെ പള്ളിക്കാടുകൾ, അവിടെ ചെന്നിട്ട് ഇങ്ങനെ ഭയങ്കര ചിരി പാസ്സാക്കുക, അതൊന്നും പാടില്ല. കാരണം അവിടെ നിന്നൊക്കെ പറഞ്ഞാൽ മരണത്തെ ഓർക്കേണ്ട സമയമാണ്, അവർക്ക് വേണ്ടി നമ്മൾ ദുആരക്കേണ്ട ഒരു സന്ദർഭം. അല്ലാതെ അവിടെ വെച്ച് ഒച്ചപ്പാടും ബഹളവും ചിരിയൊന്നും അവിടെ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ മക്ബറകളിൽ ചെന്നാൽ, ഖബർസ്ഥാനുകളിൽ ചെന്നാൽ അനാവശ്യമായ ദുന്യവിയായ സംസാരവും പാടില്ല. അഞ്ചാമത്തേത് ജനാസ സംസ്കാരം. ജനാസ സംസ്കരിക്കുമ്പോൾ, മയ്യത്ത് അടക്കുന്ന സമയത്ത്, അതായത് മയ്യത്തിന് വേണ്ടി കബർ കുഴിക്കുന്നു, ആ കബറിലേക്ക് മയ്യത്തിനെ ഇങ്ങനെ ഇറക്കി വെക്കുന്നു, അപ്പോഴൊക്കെ പുറകെ ഇരുന്നിട്ട് ചുമ്മാ ഒച്ചപ്പാടും ബഹളവും സംസാരവും കളിയും ചിരിയും തമാശയൊക്കെ പറയുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. പിന്നെയോ ഈ ജനാസ ഇങ്ങനെ പള്ളിയിലേക്ക് കൊണ്ടുപോകുമല്ലോ, അപ്പോൾ ആ ജനാസയുടെ കൂടെ മയ്യത്തിൻ്റെ കൂടെ പോകുന്ന ചില പുരുഷന്മാരുണ്ട്, ചില യുവാക്കളൊക്കെ പുറകെ ഇരുന്നിട്ട് ഇങ്ങനെ ഭയങ്കര കളിയും ചിരിയും തമാശയൊക്കെ ആയിട്ട് പോകുന്ന ഒരവസ്ഥ ഉണ്ട്, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അതാണ് അഞ്ചാമത്തെ. ആറാമത്തേത് നമ്മളെ പഠിപ്പിച്ച നമ്മുടെ ഗുരുനാഥന്മാർ, നമ്മുടെ ഉസ്താദുമാർ, അല്ലെ, പണ്ടൊക്കെ എന്ന് പറഞ്ഞ ഉസ്താദുമാർ, നമ്മുടെ സാറുമാർ, ടീച്ചർമാർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയില്ല, പേടിയില്ല. ഇന്ന് മക്കളൊക്കെ എന്താണ്, ഏറ്റവും നല്ല അധ്യാപകൻ എന്ന് പറഞ്ഞാൽ കുട്ടികളുമായിട്ട് ഇടപഴകി. ഇന്നത്തെ കാലത്ത് അങ്ങനെ ആയിരിക്കാം, പക്ഷേ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അധ്യാപകൻ എന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയുക, നമ്മൾ വളരെയധികം ബഹുമാനിക്കേണ്ട ആളാണ്, വളരെയധികം ബഹുമാനിക്കേണ്ട ആളാണ്, ആദരിക്കേണ്ട ആളാണ്. അതുകൊണ്ട് അനാവശ്യമായ സംസാരങ്ങളും അനാവശ്യമായ തട്ടിക്കയറലും അതുപോലെ തന്നെ അനാവശ്യമായ അവരെ കളിയാക്കി ചിരിക്കലും ഒന്നും പാടില്ല. ഏഴാമത്തേത് ബാങ്ക് വിളിക്കുന്ന സമയത്തുള്ള സംസാരം, ബാങ്ക് വിളിക്കുന്ന സമയത്തുള്ള ചിരി. ബാങ്ക് വിളി എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിനെ ഓർമ്മിപ്പിക്കുന്നതാണ്, പള്ളിയിലേക്ക് നമസ്കരിക്കാനുള്ള ഒരു വിളിയാളമാണ്. ആ സമയത്ത് ഇങ്ങനെ വെറുതെ റീൽസും കണ്ട് അതും കണ്ട് ഇതും കണ്ട് ചിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. മാത്രമല്ല ആ സമയത്ത് സംസാരിക്കരുത്. നമ്മളിത് ഈ ബാങ്ക് വിളിക്കുന്ന സമയത്തുള്ള സംസാരവുമായി ബന്ധപ്പെട്ട് മുമ്പ് നമ്മൾ പലതും പല ക്ലാസ്സിലും പറഞ്ഞിട്ടുള്ളതാണ്, അല്ലേ. ബാങ്ക് വിളിക്കുമ്പോൾ മൻ തകല്ലമ ബികലാമി ദുനിയ, ഒരു മനുഷ്യൻ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ദുന്യവിയായ സംസാരമൊക്കെ സംസാരിക്കുന്നു എങ്കിൽ യതലജ്ലജു ലിസാനഹു ഇൻദൽ മൗത്ത്, അവൻ മരിക്കുന്ന സമയത്ത് നാവിങ്ങനെ പിടക്കുമെന്നാണ്, കെലിമ ചൊല്ലാൻ പറ്റാതെ അവൻ മരിച്ചു പോകും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഈ ബാങ്ക് വിളിക്കുന്ന സമയത്തുള്ള സംസാരം വളരെ ഗൗരവമാണ്. ഇന്നിപ്പോൾ അതൊരു നെവർ മൈൻഡാണ്. ബാങ്കൊക്കെ അവളിങ്ങനെ വിളിച്ചോളും. പണ്ടൊക്കെ ബാങ്ക് വിളിക്കുമ്പോൾ ഉമ്മമാരൊക്കെ തട്ടമിട്ടവരാണെങ്കിലും ഒന്നുകൂടി എന്താ തട്ടവും ആ കാര്യങ്ങളൊക്കെ നല്ല ശരിയാക്കിയിടും. കാരണം എന്താ, ബാങ്ക് വിളിക്കുന്നു, ഭയങ്കര ബഹുമാനമായിരുന്നു, ആദരവായിരുന്നു. ഇന്ന് എന്തുട്ട് ബാങ്ക്, എന്തുട്ട് നിസ്കാരം, എന്തുട്ട് ഇസ്ലാം. ഇപ്പം അങ്ങനത്തെ ഒരു കാലമായി. അങ്ങനെ ഒരിക്കലും പാടില്ല. പിന്നെ ഈ ബാങ്ക് വിളി അത് കേൾക്കുന്ന സമയത്ത് ഒരാൾ ബാങ്ക് വിളിക്കുന്നു എന്നറിഞ്ഞാൽ, ബാങ്ക് വിളിക്കുന്ന ആ ഒരു സമയത്ത് ഒരു മനുഷ്യൻ പറയുകയാണ്, എന്താ പറയുന്നത്, മർഹബൻ ബിൽ ഖായിലി അദില മർഹബൻ ബിസ്സലാത്തി അഹ്ല എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ, അതായത് ബാങ്ക് വിളിക്കുന്ന ഒരാൾ കേട്ടു, അയാൾ കേട്ടു ബാങ്ക് വിളിക്കും, അല്ലാഹു അക്ബർ എന്ന് പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ അയാൾ എന്തു പറഞ്ഞു, മർഹബൻ ബിൽ ഖായിലി അദില മർഹബൻ ബിസ്സലാത്തി അഹ്ല. എന്താ അതിന്റെ അർത്ഥം? നിങ്ങൾക്ക് കാണാം, മർഹബൻ ബിൽ ഖായിലി അദില, നീതിയുടെ സംസാരം പറഞ്ഞവരെ നിങ്ങൾക്ക് സ്വാഗതം, മർഹബൻ ബിസ്സലാത്തി അഹ്ല, നിസ്കാരത്തിലേക്ക് ക്ഷണിച്ച ആളുകളെ നിങ്ങൾക്ക് സ്വാഗതം എന്നുള്ള ഏകദേശം അർത്ഥം വരുന്ന ഈ ഒരു വാക്ക് പറഞ്ഞാൽ 10 ലക്ഷത്തോളം നന്മകൾ അല്ലാഹു തആല അവനിക്ക് എഴുതുമെന്നാണ്. അപ്പോൾ എന്താണ്, വെറുതെ സമയം കളയണ്ട, വെറുതെ നമ്മൾ അശ്രദ്ധമായി പോവണ്ട. ബാങ്ക് വിളിക്കുന്ന സമയത്ത്, ബാങ്ക് കേൾക്കുമ്പോൾ മർഹബൻ ബിൽ ഖായിലി അദില മർഹബൻ ബിസ്സലാത്തി അഹ്ല എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ അവനിക്ക് 10 ലക്ഷത്തോളം നന്മകൾ അല്ലാഹു തആല അവൻ്റെ അക്കൗണ്ടിലേക്ക് എഴുതി വെക്കും, അല്ലാഹു തആല കൊടുക്കുമെന്ന് നമുക്ക് കിതാബുകളിൽ കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, 7 സമയത്ത് നമ്മൾ സംസാരിക്കരുത്, നമ്മുടെ സംസാരം ഒന്ന് സൂക്ഷിക്കേണ്ടതുണ്ട്. 7 സമയത്ത് നമ്മളിങ്ങനെ ചിരിക്കരുത്. 7 സമയത്ത് എപ്പോഴും അല്ലാഹു തആല ചിരിക്കാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ ചിരിക്കണം, അല്ലെ. ഭാര്യയോട്, മക്കളോട്, ഒരു ഭാര്യയും ഭർത്താവും പരസ്പരം മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചാൽ അല്ലാഹു തആല അവർക്ക് റഹ്മത്ത് ചെയ്യുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മയോട്, വാപ്പയോട്, നമ്മുടെ സഹോദരന്മാരോട്, കൂട്ടുകാരോട്, അവരോടൊക്കെ നമ്മൾ ചിരിക്കണം. പക്ഷേ ചില സമയത്ത് ചിരിക്കാൻ പാടില്ല. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മാത്രമല്ല, കഴിഞ്ഞ ആഴ്ച നമ്മളൊരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഒരു മനുഷ്യൻ ബാങ്ക് വിളിക്കുന്ന സമയത്ത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് കേൾക്കുമ്പോൾ, അല്ലെ, അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് കേൾക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ മർഹബൻ ബി ഹബീബി ഖുറത ഐനി മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരാള്
ഓതിയിട്ട് അവൻ്റെ ഈ 2 തള്ളവിരൽ ഊതി ഷിഫി എന്ന് പറഞ്ഞ് ഊതിയിട്ട് കണ്ണിൽ തടവിയാൽ കണ്ണുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ മാറും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? മർഹബൻ ബി ഹബീബി ഖുറത ഐനി മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ദിക്ർ മറന്നു പോവണ്ട. അപ്പോൾ 7 സമയത്ത് സംസാരം, 7 സമയത്തുള്ള ചിരി അത് സൂക്ഷിക്കണം. അതേതൊക്കെയാണെന്ന് വിശദമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല 10 ലക്ഷത്തോളം നന്മകൾ നമുക്ക് കിട്ടാൻ, 10 ലക്ഷത്തോളം നന്മകൾ നമുക്ക് കിട്ടാൻ ഈ ഒരു കാര്യം മറന്നു പോവണ്ട. ഒരു മനുഷ്യൻ ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ മർഹബൻ ബിൽ ഖായിലി അദ്ല മർഹബൻ ബിസ്സലാത്തി അഹ്ല എന്ന് പറയുകയാണെങ്കിൽ അവനിക്ക് 10 ലക്ഷത്തോളം നന്മകൾ അല്ലാഹു തആല, ഗുണങ്ങൾ അല്ലാഹു തആല അവൻ്റെ അക്കൗണ്ടിലേക്ക് കൊടുക്കുമെന്ന് നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുകയാണ്. അതുപോലെ തന്നെ മർഹബൻ ബി ഹബീബി ഖുറത ഐനി മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ് ഒരു മനുഷ്യൻ കണ്ണിലിങ്ങനെ തടവി എപ്പോൾ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് കേൾക്കുമ്പോൾ അല്ലാഹു തആല അവൻ്റെ കണ്ണുമായി ബന്ധപ്പെട്ട ആ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കുന്നതാണ്. പിന്നെയോ ചില സംശയങ്ങളുണ്ട്. സ്ത്രീകൾ ഈ ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ സ്ത്രീകൾ തലമറക്കൽ നിർബന്ധമാണോ? ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ സ്ത്രീകൾ തലമറക്കാറുണ്ട് അല്ലേ? മുടി കാണുകയാണെങ്കിൽ അപ്പം തന്നെ അവർ തട്ടൊക്കെ എടുത്ത് നേരിടാറുണ്ട്. അതൊരു അദബാണ്. അദബുള്ള ആളുകൾക്കാണ് അത് പറ്റുക. അദബുള്ള ആളുകൾക്കാണ് അത് പറ്റുക. അള്ളാഹുവിൻ്റെ സ്നേഹവും ഇഷ്ടവും കിട്ടിയ ആളുകൾക്കാണ് ആ ഒരു പ്രക്രിയ, ആ ഒരു ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യലാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഇരുലോകത്തും വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ റബ്ബ് നമുക്ക് അല്ലാഹു തആല വിജയം തരും. അതുപോലെ തന്നെ ദുനിയാവിലും ആഖിറത്തിലും ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. ഒരുപാട് പ്രശ്നങ്ങളാണ് ഓരോ ആളുകൾക്കും ഉള്ളത്. അല്ലാഹു തആല എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും അല്ലാഹു തആല മാറ്റി എല്ലാവിധ ഖൈറും ബറക്കത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധമായ ദുൽഖഅദ മാസത്തിലാണ് ഞാൻ നിങ്ങളും ഉള്ളത്. ദുൽഖഅദ മാസം വളരെ പ്രാധാന്യമുള്ള മാസമാണ്. അതിൻ്റെ പകുതി വിട പറഞ്ഞു. ഇനി ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ദുൽഹിജ്ജ മാസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ഉളുഹിയ്യത്തിൻ്റെ കാര്യം ഇൻഷാ അല്ലാഹ്, ഉളുഹിയ്യത്തുമായി ബന്ധപ്പെട്ട വിശാലമായ ചർച്ച പലരൊക്കെ പല സംശയങ്ങളും ചോദിച്ചു. ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് പറയാം. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഹജ്ജിന് വേണ്ടി പോയ ഹാജിമാർ, അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദുആരക്കണം. ഹജ്ജിന് പോയ ആളുകൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ ദുആയിലേക്ക് ഉൾപ്പെടുത്തണം. അല്ലാഹു തആല മുഴുവൻ ഹാജിമാരുടെയും ഹജ്ജുമാരുടെയൊക്കെ ഹജ്ജും ഉംറയും സിയാറത്തും അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഈ വർഷം ഹജ്ജിന് പോകാൻ പറ്റാത്ത പലരുമുണ്ട്. അല്ലാഹു തആല അവർക്ക് വേഗത്തിൽ ഹജ്ജിനും ഉംറക്കൊക്കെ പോകാനുള്ള അവസരം അല്ലാഹു തആല കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആരക്കും. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഇരുലോകത്ത് വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.